പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അഭിഷേകം എന്ന വചന സന്ദേശം വിശ്വാസത്തിന്റെ ഒരു തലത്തിലേക്ക് നമ്മെ കർത്താവിന്റെ ആത്മാവ് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വചനഭാഗം, പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത് ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല, കാരണം എന്ന് വരുമാർ ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ലോകം എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടത്? ദൈവത്തിന്റെ വചനത്താലാണെന്ന് നമുക്ക് കർത്താവ് തന്നെ നമ്മോട് പറയുവാൻ ഇടവന്നു. അതിന്റെ 3-ാമത്തെ വചനഭാഗം, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല, കാരണം എന്ന് വരുമാർ ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. എന്നാൽ 4-ാമത്തെ വചനത്തിൽ പറയുകയാണ്, വിശ്വാസത്താൽ ഹാവേൽ ദൈവത്തിന് കായീന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു, മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വചനഭാഗത്തിൽ നമ്മളോട് വിശുദ്ധ പൗലോസ് ഈ ഹെബ്രായ ലേഖനം എഴുതുമ്പോൾ, അങ്ങനെയാണ് വചനപണ്ഡിതന്മാർ പറയുന്നത്, പൗലോസാണ് രേഖപ്പെടുത്തിയതെന്ന്. വിശ്വാസത്തെക്കുറിച്ച് പൗലോസ് പറയുമ്പോൾ ഇവിടെ 2 പേര് ദൈവസന്നിധിയിൽ യാഗം കഴിക്കുവാൻ വേണ്ടി ഇടയാകും. നമുക്ക് സ്വന്തമായ ഇഷ്ടത്തിനും നമ്മുടെ വ്യവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ഒരു യാഗം ദൈവം ഒരിക്കലും പ്രസാദിക്കുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ വ്യവസ്ഥയ്ക്ക് ഒത്തവണ്ണമുള്ള യാഗമല്ല ദൈവത്തിന് വേണ്ടത്. ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്ക് ഒത്തവണ്ണമുള്ള യാഗം നമ്മൾ കഴിക്കണം. വിശ്വാസത്താൽ ഹാബേൽ കഴിച്ച യാഗം എങ്ങനെയാണെന്ന് അറിയാമോ? ദൈവത്തിന് ഇഷ്ടമുള്ളതായിരുന്നു. ദൈവപ്രസാദം ഉണ്ടാകേണ്ട ഒരു യാഗമായിരുന്നു. അത് വിശ്വാസത്താലാണ് ഹാബേൽ കഴിച്ചത്. നമ്മളൊക്കെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ വിശ്വാസത്തോടെയാണോ പ്രാർത്ഥിക്കുന്നത്? വിശ്വാസത്തോടെയാണോ ആരാധിക്കുന്നത്? വിശ്വാസത്തോടു കൂടെയാണോ കർത്താവിൽ ജീവിക്കുന്നത്? നമ്മൾ ദൈവസന്നിധിയിൽ ചെന്നിരുന്നിട്ട് ഒരു കടമ നിർവഹിക്കുന്നത് പോലെ, ഞാൻ ഇന്ന് പോയില്ലെങ്കിൽ ആരെങ്കിലും കണ്ടാലോ എന്ന് വിചാരിക്കുന്നത് പോലെയാണോ പ്രിയമുള്ളവരെ? ഹാബേൽ ഒരു ആട്ടിടയനാണെങ്കിലും ആടുകളിൽ ഏറ്റവും മേധസ്സുള്ളതിനെ ദൈവത്തിന് വേണ്ടി യാഗം കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ ഇടവന്നെങ്കിൽ അത് ദൈവത്തിന് പ്രസാദമുള്ള യാഗമാണ് കഴിച്ചത്. കായീൻ എന്ത് ചെയ്തു? ദൈവം പ്രസാദിച്ചില്ല എന്ന് കണ്ടപ്പോൾ കോപം അധികമായി. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ദൈവസന്നിധിയിൽ ആരാധിക്കാൻ പോകുമ്പോൾ ദൈവം പ്രസാദിച്ചില്ലെങ്കിൽ ഇറങ്ങി വരുമ്പോൾ മനസ്സിലാകും, വീട്ടിൽ വരുമ്പോൾ മനസ്സിലാകും. സഹോദരനെയോ സഹോദരിയോ അമ്മയോ കുടുംബത്തിലുള്ളവരെയോ കാണുമ്പോൾ മനസ്സിലാകും. എന്തുകൊണ്ട്? കോപം അവന്റെ അകത്തു വെളിപ്പെടും, പാപം അവന്റെ അകത്തു വെളിപ്പെടും. ഹാബേലിന്റെ പോലെയുള്ള വിശ്വാസത്താലുള്ള ഒരു യാഗമാണ് നമ്മൾ കഴിച്ചതെങ്കിൽ, അധരഫലം എന്ന സ്തോത്രയാഗം ദൈവസന്നിധിയിൽ ഇടപെടാതെ അർപ്പിക്കാൻ വേണ്ടി ദൈവമാണ് നമ്മളെ വിളിച്ചത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു, മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. കണ്ടോ? ഹാബേലിന്റെ രക്തം ഇന്ന് നിലവിളിക്കുക. സഹോദരനായ കായീൻ ഹാബേലിനെ കൊന്നെങ്കിലും ഹാബേലിന്റെ രക്തം
ദൈവത്തിന് പ്രസാദമുള്ള യാഗമാണ്, അല്ലെങ്കിൽ ദൈവത്തിന് പ്രസാദമുള്ള നിലവിളിയാണെന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ഈ ജീവിതം വിശ്വാസത്താൽ ആകട്ടെ പ്രിയമുള്ളവരെ. വിശ്വാസത്താലുള്ള പ്രാർത്ഥന, വിശ്വാസത്താലുള്ള കൂട്ടായ്മ, വിശ്വാസത്താലുള്ള ജീവിതം, വിശ്വാസത്താലുള്ള പ്രവർത്തനം നമുക്കതില്ലെങ്കിൽ നമുക്കൊരിക്കലും ദൈവത്തോടു കൂടെ ജീവിക്കാൻ കഴിയില്ല. നമ്മൾ മരിച്ചാലും നമ്മുടെ മരണത്തിലും വിശ്വാസത്തിന്റെ ഒരു നിലവിളി ഉണ്ടാകണം. നമുക്കൊരു നിമിഷം കർത്തൃസന്നിധി പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഹാബേലിന്റെ വിശ്വാസം അതെത്ര ശ്രേഷ്ഠവും ദൈവപ്രസാദവും ഉള്ളതായി തീർന്നെങ്കിൽ, ഇതാ നിന്റെ മക്കളായി ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ഇന്നേ ദിവസം ഈ വചനം കേൾക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ ഉള്ളിൽ ദൈവപ്രസാദമുള്ള വിധത്തിലുള്ള ഒരു യാഗം, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന, ഒരു ആരാധന, ഒരു കൂട്ടായ്മ, ഒരു ജീവിതം ഞങ്ങൾക്കെല്ലാവർക്കും അങ്ങ് തന്ന് ഞങ്ങളെ നിന്റെ കൃപയിൽ ബലപ്പെടുത്തണം. ഞങ്ങളുടെ വിശ്വാസത്തിന്റെ തലത്തിലേക്ക് നീ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണം കർത്താവേ. നീ മഹത്വം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.